ഈ പുസ്തകത്തിൽ പിന്നീടൊക്കെ പറയുന്നുണ്ട്, സങ്കീർത്തനം 23:4 കൂട്ട് ചെയ്തുകൊണ്ട്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. പാപ്പ ഇങ്ങനെ പറയാണ്, മരണത്തിന്റെ സമയത്ത് വരെ നിന്റെ കൂടെ നിൽക്കാൻ ഒരാളുള്ളപ്പോ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ, ഈ ഭൂമിയിൽ ആരും കൂടെ ഇല്ല എന്ന് പറഞ്ഞ് നിനക്ക് കരയാൻ നിനക്ക് എന്താ അവകാശം? വിത്ത് ഗോഡ് യു ആർ നെവർ എലോൺ. ഈശോ തന്നെ നമ്മളോട് പറയുന്നില്ലേ, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തില്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി ആരും കൂടെ ഇല്ല എന്നൊക്കെ ഓർത്ത് ചങ്കതല്ലി കരഞ്ഞിട്ടുണ്ടാകും. ഈശോ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കും. കണ്ടുമുട്ടണം. വിശുദ്ധ ഗ്രന്ഥ വായനയില്, വിശുദ്ധ കുർബാനയില്, ആരാധനയില്, നിങ്ങളുടെ അടുത്തുള്ള ഒരു ചാപ്പലില്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ ഏറ്റവും ലോൺലി മൊമെന്റിൽ ഈശോയെ നിങ്ങൾ കണ്ടുമുട്ടണം. അവരുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാവണം. കണ്ടുമുട്ടിയ ഉടനെ ഈശോയെ സ്വീകരിക്കണം. ജീവിതത്തിന്റെ സർവസ്വമായിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി ആൻഡ് ദി ഓൺലി പ്രയോറിറ്റി ഈശോയെ സ്വീകരിക്കുക. ലൈഫ് മുഴുവൻ മാറും. ലൈഫ് മുഴുവൻ ആനന്ദത്താൽ നിറയും. ലോകം പല